കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് അരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനവാക്യമാണ്. ശൂന്യമായ വലകൾ നിറച്ച യേശു. ഒരു രാത്രിയിൽ പത്രോസും മറ്റു ശിഷ്യന്മാരും ഗലീലി കടലിൽ മത്സ്യബന്ധനത്തിന് പോയി. അവർക്ക് മത്സ്യബന്ധനം അറിയാമായിരുന്നു. വള്ളവും വലയും എല്ലാം ഉണ്ടായിരുന്നു. അറിവും അനുഭവവും അധ്വാനവും എല്ലാം ഉണ്ടായിരുന്നിട്ടും ആ രാത്രി അവരുടെ വല ശൂന്യമായിരുന്നു. രാത്രി മുഴുവൻ അവർ പരിശ്രമിച്ചു, എന്നാൽ ഒരു മത്സ്യം പോലും കിട്ടിയില്ല. പ്രഭാതമായി കരയിൽ ഒരാൾ നിൽക്കുന്നത് അവർ കണ്ടു. അവൻ ചോദിച്ചു, കുട്ടികളെ, എന്തെങ്കിലും ഭക്ഷിക്കുവാനുണ്ടോ? അവർ മറുപടി പറഞ്ഞു, ഇല്ല. അപ്പോൾ യേശു പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വല വീശുവിൻ. അവർ വല വീശി. വല നിറയെ മത്സ്യം. അത്രയധികം മത്സ്യം കിട്ടിയപ്പോൾ വല വലിച്ചെടുക്കുവാൻ പോലും അവർക്ക് കഴിയാതെ വന്നു. അപ്പോഴാണ് യോഹന്നാൻ തിരിച്ചറിഞ്ഞത് അത് കർത്താവാണ്. പത്രോസ് ഉടൻ തന്നെ യേശുവിന്റെ അടുക്കിലേക്ക് ഓടി. കരയിലെത്തിയപ്പോൾ അവർ കണ്ടത് അതിലും മനോഹരമായ കാഴ്ചയായിരുന്നു. യേശു അവർക്കായി തീ കത്തിച്ചിരുന്നു. അതിന്മേൽ മത്സ്യവും അപ്പവും തയ്യാറാക്കിയിരുന്നു. ശിഷ്യന്മാർ ഒന്നും ചോദിച്ചില്ല. യേശു അവർക്കായി എല്ലാം ഒരുക്കിയിരുന്നു. ഇതാണ് ഈ സുവിശേഷത്തിന്റെ ഏറ്റവും ഹൃദയസ്പർശിയായ സന്ദേശം. ശിഷ്യന്മാരുടെ വല ശൂന്യമായിരുന്നെങ്കിലും യേശുവിന്റെ ഹൃദയം അവരുടെ ആവശ്യങ്ങളിൽ നിറഞ്ഞിരുന്നു. വചന സന്ദേശം നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ശൂന്യമായ വലകളുടെ രാത്രികൾ ഉണ്ടാകാറുണ്ട്. നാം പരിശ്രമിക്കും, പക്ഷേ ഫലം ഉണ്ടാകില്ല. നാം പ്രാർത്ഥിക്കും, പക്ഷേ ഉടൻ മറുപടി ലഭിക്കില്ല. നാം സ്നേഹിക്കും, പക്ഷേ സ്നേഹിക്കപ്പെടാതെ പോകും. നാം മറ്റുള്ളവർക്കായി ഒരുപാട് ചെയ്യും, പക്ഷേ ആരും അത് കാണാതെ പോകും. അപ്പോൾ നമുക്ക് തോന്നും, എല്ലാം പരാജയപ്പെട്ടു, ഇനി എന്താണ് ചെയ്യാനുള്ളത്? പക്ഷേ യോഹന്നാൻ 21 നമ്മോട് പറയുന്നു, നിന്റെ വല ശൂന്യമായതുകൊണ്ട് ദൈവം നിന്നെ ഉപേക്ഷിച്ചുവെന്ന് അർത്ഥമില്ല. ശിഷ്യന്മാർക്ക് യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല, പക്ഷേ യേശുവിന് ശിഷ്യന്മാരെ കാണാമായിരുന്നു. അവർ കടലിൽ ആയിരുന്നു, യേശു കരയിൽ ഉണ്ടായിരുന്നു. എങ്കിലും അവരുടെ പരാജയവും ക്ഷീണവും യേശുവിന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരുന്നില്ല. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് വഴി കാണാത്തപ്പോൾ പോലും യേശുവിന് വഴി അറിയാം. നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴും യേശുവിന് പ്രതീക്ഷയുണ്ട്. നമ്മുടെ കൈകൾ ശൂന്യമായിരിക്കുമ്പോഴും യേശുവിന്റെ കൈകൾ അനുഗ്രഹം നിറഞ്ഞതാണ്. ജീവിത സന്ദേശം. പരാജയം അവസാനമല്ല. ആ രാത്രി ശിഷ്യന്മാർക്ക് ഒന്നും ലഭിച്ചില്ല. എന്നാൽ അടുത്ത പ്രഭാതം അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ പ്രഭാതമായി. ഇന്നത്തെ പരാജയം നാളത്തെ അനുഗ്രഹത്തിന്റെ തുടക്കമായേക്കാം. അതുകൊണ്ട് പരാജയപ്പെട്ടപ്പോൾ വല ഉപേക്ഷിക്കരുത്. 2. യേശുവിന്റെ വാക്ക് അനുസരിക്കുക. അവർക്ക് മത്സ്യബന്ധനത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു. എന്നിട്ടും യേശു പറഞ്ഞപ്പോൾ വീണ്ടും വല വീശി. നമ്മുടെ അനുഭവത്തെക്കാൾ ശക്തമാണ് ദൈവവചനം. നമ്മുടെ ബുദ്ധി പറയുന്നത് ഇനി സാധ്യമല്ല എന്നായിരിക്കാം, പക്ഷേ യേശു പറയുമ്പോൾ വീണ്ടും വല വീശുക. വിശ്വാസത്തോടെ അനുസരിക്കണം. 3. യേശുവിനെ തിരിച്ചറിയാൻ പഠിക്കണം. യോഹന്നാൻ പറഞ്ഞു, അത് കർത്താവാണ്. ജീവിതത്തിലെ അനുഗ്രഹങ്ങളിൽ മാത്രമല്ല, പരീക്ഷണങ്ങളിലും യേശുവിനെ തിരിച്ചറിയണം. ഒരു വാതിൽ അടയുമ്പോൾ അത് കർത്താവിന്റെ പദ്ധതിയായിരിക്കാം. ഒരു പുതിയ വഴി തുറക്കുമ്പോൾ അത് കർത്താവാണ്. പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ ഒരു ചെറിയ ആശ്വാസം ലഭിക്കുമ്പോൾ അത് കർത്താവാണ്. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.